ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ്. രാപ്പകൽ സിനിമ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിലെ ഒരു കഥാപാത്രം, അതായത് മെയിൻ കഥാപാത്രം, മമ്മൂക്ക ചെയ്ത കഥാപാത്രം കത്തിക്കയറി എന്ന് പറഞ്ഞില്ലേ? കത്തി കയറിക്കല്ല, കത്തി കരിഞ്ഞു. ഇന്നലെ കത്തിച്ചു, കത്തിച്ചാമ്പലായി പോയി, ചാരാക്കി കളഞ്ഞു കത്തിച്ചിട്ട്. അതുവരെ അല്ലെങ്കിൽ 2005 ഈ രാപ്പകൽ ഇറങ്ങുമ്പോ അന്നത്തെ ഹിറ്റ് സിനിമയാ, വൻ ഹിറ്റായ സിനിമ. ഈ ഒരു ക്യാരക്ടറിനെയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇമ്മാരി ഊക്കൂന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഞാൻ ഒരു ഓപ്പണായിട്ട് കാര്യം പറയാം. എനിക്ക് അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ് ഈ കഥാപാത്രത്തിനോടുള്ളത്. ഞാനിത് ഈ സമയത്ത് ഇപ്പോൾ ട്രെൻഡ് ആയതുകൊണ്ട് പറഞ്ഞല്ല, ഇതിന് മുൻപ് ഒരു തവണ എനിക്ക് നന്നായിട്ട് കിട്ടിയത് ഓർമ്മയുണ്ടോ? ഞാനൊരു കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കുറേ എണ്ണം നീ മേടിച്ചിട്ടുള്ള ഓർമ്മ കിട്ടുന്നില്ല. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കാം, അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതായത് വാത്സല്യം എന്ന സിനിമ, അതിൽ മമ്മൂക്കൻ്റെ കഥാപാത്രം കാലൊന്നും കഴുകാതെ അഴുക്കോടെ നേരെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരുടെയും ഇടയിൽ ഇരിക്കുന്നു. അത്രയും വൃത്തിഹീനമായിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് തന്നെ ഒരു പ്രശ്നമാണ്. ശരിക്കും ഒരാളോട് മോശമായിട്ട് പെരുമാറാനുള്ളതുണ്ട്. ശരിക്കും അത്രയും മോശമായിട്ടുള്ളൊരു രീതിയാണുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല, പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടി അത് എവിടുന്ന് വന്നു, ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നു എന്നൊന്നും ചിന്തിക്കാതെ നമ്മുടെ രീതിക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ അവർ നിൽക്കണം എന്നുള്ള രീതിയിലുള്ളൊരു ധാർഷ്ട്യം അതിലുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അത് മാത്രമല്ല, അതൊരു സ്ത്രീയാണ്. ആൾക്ക് ഓരോ മൂഡ്, ഓരോ സമയങ്ങളുണ്ടാവും. അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ത് എന്നുള്ളതൊക്കെ അതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് വൊമിറ്റിംഗ് വന്നാൽ അതിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അന്ന് ആരെ കൂടെ നിന്നു? ഈ മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ കൂടെ നിന്നു. ഈ പെൺകുട്ടിൻ്റെ കൂടെ അല്ല നിന്നത്. ഓക്കെ, ഇത് അന്ന് പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തതും കൂടി നീ ഇട്ട് കൊടുക്കുക. അങ്ങനെ കിട്ടാനല്ല, അടുത്ത ഊക്കാൻ നേരെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ രാപ്പകല് സഹിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ കൂടി മറ്റേ എന്തായിരുന്നു സിനിമേന്റെ പേരും മറന്നുപോയല്ലോ, വാത്സല്യം. അതും കൂടി ഇട്ട് കൊടുക്കുക. കിട്ടണം, കാരണം അത്രയും മോശമായിട്ടുള്ള ക്യാരക്ടറാണത്, ഒരു സംശയമല്ല. പക്ഷെ ഇത് നമ്മൾ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാപ്പകലായാലും ഇപ്പൊ എങ്ങനെയൊക്കെ ട്രോൾ വന്നാലും ഊക്ക് വന്നാലും നമ്മൾ ആ സിനിമ എന്നുള്ള രീതിയിൽ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ പ്രശ്നം എന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രാപ്പകലിൽ എനിക്ക് തോന്നിയ ഒരു സീന് പറഞ്ഞുതരാം. എന്താ, ഇപ്പോൾ ഒരു ട്രോൾ വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തത്തിൽ റീൽസ് കിടന്ന് കളിക്കുകയാണ്. ഓരോ സീനുണ്ട്. വേറെ സിനിമേനെ വന്നിട്ടുണ്ട്. അതേതാ? ഇന്ന് രാവിലെ ഞാൻ ഓർമ്മ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി. സിനിമ വലിയേട്ടൻ സിനിമ അല്ലേ? ഇപ്പൊ നമ്മള് ഇവിടെ പോയി കണ്ടില്ലേ, 4K റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും മോശമായിട്ടുള്ള ബോഡി ഷേമിംഗ് ആണ് ആ സിനിമയിലുള്ളത്. സത്യം. അത് നമ്മൾ അതിൽ ഇതിപ്പോൾ വളരെ എൻജോയ് ചെയ്ത സിനിമയാണ് എന്നുള്ളത് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റം അത് നമ്മൾ ഉൾക്കൊള്ളണം. അതെ, അത് ഉൾക്കൊള്ളണം. പക്ഷെ അന്നും ഇന്നും എന്നും എപ്പോഴായാലും ഈ സാധനം മോശമാണല്ലോ. നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് അന്നത്തെ ബുദ്ധി അതിന് വളർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം, അല്ലേ? അതിന്റെ മാത്രമല്ല, ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാപ്പകല് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് ആരും കൂടുതൽ ചിന്തിച്ചില്ല. അവര് ജസ്റ്റ് ഒന്ന് ഒരു സിനിമ കാണാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഇന്ന് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സിനിമ ഒന്നില്ലെങ്കിൽ പുറത്ത് ഔട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ സിനിമയാണ്. അതന്നും അങ്ങനെ തന്നെയാണ്. അതേ പറഞ്ഞ കൂടുതൽ ചിന്തിക്കാറില്ല എന്നാ ഞാൻ പറഞ്ഞ സിനിമയെ കുറിച്ച്. ചിന്തിക്കാനുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാരണന്മാർക്കൊന്നും ബോധമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഇത് ഈ രീതിയിൽ എല്ലാവരും അങ്ങനെ അതിൽ പെടുന്നല്ല. ഈ രീതിയിൽ എഴുതി വെച്ചവരും ഇങ്ങനെ നമ്മളിത് ആഘോഷിക്കപ്പെട്ടതും ആ രീതിയിൽ അന്നത്തെ സമൂഹത്തിന് ഇത് ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അന്ന് ഇത് ഒരിക്കലും മൂക്ക് വാങ്ങിയിട്ടില്ല. അതിന്റെ ഒരു പ്രധാന കാരണമാണ് ഇപ്പൊ പറഞ്ഞ കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞ സാധനമല്ലേ. അത് അന്ന് എന്താ പറയാ, അന്ന് വലിയൊരു പൈസക്കാരുടെ വീട്ടിൽ നിന്ന് നീ പറഞ്ഞ സിനിമേന്റെ കാര്യത്തിലേക്ക് അടങ്ങുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ സാധാരണ വീടുകളിലൊന്നും ഉണ്ടാവൂല. അത് ആ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ടൗണിലൊക്കെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അത്രയും വലിയ ഫാമിലി എവിടെയാ നമ്മുടെ വലിയ ഫാമിലി, അതായത് അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അന്നത്തെ കാലഘട്ടത്തില്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇനിയിപ്പോ അത് പോട്ടെ, എന്തായാലും സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങളും സിനിമകളുമാണല്ലോ. അതെ. അപ്പോൾ അത്
കൊടുക്കുന്ന കണ്ടന്റിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഒന്ന്. പിന്നെ മറ്റൊന്നിപ്പോൾ നമ്മുടെ രാപ്പകലിലേക്ക് വന്നാലും അതിൽ എനിക്ക് തോന്നിയ ഒരു സീന്, ഇപ്പോൾ എല്ലാ സീനുകളും ഇപ്പോൾ റീൽസിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന എല്ലാ സംഭവങ്ങളും അതുപോലെ തോന്നിയില്ലെങ്കിലും ഒരു സീന് പ്രത്യേകം തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെല്ലാവരും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അതായത് എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് ചില്ലായിട്ടിരിക്കുന്നൊരു സീനാണ്. അത് അവരുടെ വീട്ടിൽ എല്ലാവർക്കും അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ വന്നിട്ട് ഈ കാര്യസ്ഥൻ വന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കും, എന്നിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആട്ടി വിടുന്നൊരു സീനുണ്ട്. ശരിക്കും അത് എന്ത് കാര്യമുള്ളത്? അവരുടെ വീട്, അവരുടെ സൗകര്യം. ഇതിനകത്ത് എന്തായാലും ഇപ്പം ഇത് വെച്ച് നോക്കുമ്പോ അതായത് വിജയരാഘവനാണ് ഫുള്ള് ശരി. അതെ, പക്ഷേ മമ്മൂക്കൊന്നുമല്ല. മമ്മൂക്ക നയൻതാരയോട് പറയുന്ന ഡയലോഗ് ഉണ്ടാവില്ലേ, വേലക്കാരിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മനസ്സിലായി ആ സാധനം ഒരു പറഞ്ഞു. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. തിരിച്ചവരുണ്ട്. കള്ളനായ നീ. ഓക്കെ, എന്തായാലും ഒരു ട്രോൾസ് വന്നിട്ടുണ്ട്, ട്രോൾ വീഡിയോ നമുക്ക് അതൊന്ന് കാണാം. അതിലിങ്ങനെ ഓരോന്നെടുത്ത് ചിരിച്ചും അറിയാനുള്ളതുണ്ടാവും എന്തായാലും. ഓക്കെ, തുടങ്ങാം. പിന്നെന്താ, ഒരു ഡീസന്റ് പാർട്ടിയാണ്. അക്കടച്ചൂട് ഒരു ചൊറിഞ്ഞ ചങ്ങായില്ലേ. പാവാണെന്ന് വെച്ചാ പാവാണ്. തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാൻ കേട്ടണ്ട. ഇതാണ് പുരിയല്ലേ കൊഞ്ചം അങ്കേ പാർക്കണ്ണ വിചാരിച്ച നേരത്തിൽ പുറപ്പെടാൻ പറ്റില്ല. ദീപമോളത്തിൽ തരുന്ന കൃഷ്ണമ്മയെ മനസ്സിലായി. അമേരിക്കയിലുള്ള കുട്ടികളുടെ പേര് വരെ കൃഷ്ണൻ അറിയാലോ. ഈ കുടുംബത്തിലെ വലിയവരായാലും ശരി ചെറിയവരായാലും ശരി പേരും നാളും നക്ഷത്രമൊക്കെ കൃഷ്ണന് മനപ്പാടാ. ഇന്നാരും പറഞ്ഞു തുടക്കത്തില് സൂക്ഷിക്കണം, പൊട്ടുന്ന സാധനങ്ങളുണ്ടോ? പൊട്ടാൻ നിൽക്കുന്ന ബോംബാണ്. പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ തമാശ പൊട്ടിച്ചതാ. തമാശ ബോംബ് കിടന്ന പൊട്ടിച്ചാൽ നിന്നോളും. മറ്റേ കരച്ചിലാണത്. ഓവർ ആക്ടിങ്. അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കുട്ടികൾക്ക് കുളിക്കാൻ ചൂടോളം വേണ്ടി വരും. പിന്നെ വേണ്ടി വരില്ലടാ കോപ്പ. കുടിഞ്ഞ കറണ്ട് ബില്ല ഉപയോഗിക്കാത്തതുകൊണ്ട് ഹീറ്റർ 1-2 കേടായെന്നൊരു ചെറിയ ശങ്ക. പ്രസംഗിക്കാൻ നിൽക്കാണ്ട് വല്ല ഇലക്ട്രീഷ്യന്മാരെ കിട്ടുമോ നോക്കണം. നിന്നെ നോക്കിയിരുന്നു ഇതുവരെ വൈകൊന്ന് വിളിക്കാമായിരുന്നു. എന്റെ തിരക്ക് ചെറിയ അറിഞ്ഞൂടെ ഒന്ന് റാഗ് ചെയ്തേലാണ്. നല്ല കഥയായി. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട പാലടപ്പുറത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ, അത് ചതിയായി പോയിട്ടോ. ഈ നട്ട പാതാളിക്ക് അവർക്ക് പൊടപ്പുറം വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ആ പോവനും മോളിൽ കാത്തുള്ള നായയെ പോലെ എവിടെ നോക്കിയാലും ഇതിനടുത്ത് എന്താ ബിജിഎം ഇങ്ങനെ ഇട്ടിട്ടുള്ളത്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ഒറ്റ പോക്കാ. താൻ വെള്ളടിക്കാൻ കോഴിക്കാലും കടിച്ചു പറിച്ച് നീ എന്തിനാ? ഈ സീനാണ് നമ്മുടെ ജീവിതം അത്രേ വേണ്ടു. ഒന്നാമത് ഐസിനെ കൊട്ടൊരു കളി വീട്ടിനകത്ത് പാടില്ലാത്ത കാര്യമാണ്. അത് നട്ടപ്പാതിരി സമ്മതിക്കില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ആർക്കും ഉറക്കില്ല. തനിക്കുറങ്ങാൻ നേരം പോയി ഉറങ്ങണം. അത്രേ ഉള്ളൂ. ഞങ്ങൾ എന്താ കുട്ടികളോ? താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാണ് നോക്കുന്നതിനാ? കറക്റ്റ് തന്നെ ചോദിച്ചു വാങ്ങിയതാ. ഔചിത്യം ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്ത ഒരു ഫാമിലി വർത്താനം പറഞ്ഞിരിക്കണേന്റെ കയറി ചാൻസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്. സത്യം. ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല. ഞാനൊരു വിധാനം കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ട് നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിച്ചിടത്ത് ഒരു ജോലിക്കാരെ വായും പൊളിച്ച് നിൽക്കണത് എന്തിനാണ്? കാര്യമൊക്കെ ശരി തമ്പുരാട്ടി. ഇവൻ ഇവിടെ കിടന്ന് ഇച്ചിരി ആളാവുന്നുണ്ട്. പറഞ്ഞതേ ഉള്ളൂ. റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണം. വായി നോക്കി നിൽക്കാണ്ട് 5 കഴിച്ചിട്ടുണ്ട് വേണം. കുന്തം വെച്ച് നിൽക്കുക മരങ്ങോടെ പോയി ഊണുള്ള കാര്യം നോക്കണം. ഇവിടെ തിന്നു പോയിട്ട് കുറെ കോഞ്ഞാണ്ടന്മാര് തമ്പ്രാക്കന്മാരുണ്ടല്ലോ അകത്ത്. വിളിക്ക് പണിയണ്ട വേണ്ട
ഇതിവിടെ വേണ്ട, നീ പോവാൻ നോക്ക്. കോലോത്ത ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതിലിടപെട്ട് എന്താണ് ആണും പെണ്ണും കെട്ടാനെ സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. ഊക്കോട് ഊക്കാണല്ലോ. തിരിഞ്ഞാലും പറഞ്ഞാലും പണിക്ക് വന്നാണെന്ന് വിചാരം എപ്പോഴും ഉണ്ടാവണം. കുറച്ചുകൂടെ കഴിയുമ്പോ കോലോത്ത തമ്പരാട്ടിയാണെന്ന് തോന്നരുത്, മനസ്സിലായോ? ശശിയെ ഈ എന്നാണ് പറയുന്നത്? പിന്നെ കറണ്ട് ബില്ല. ആ ലൈറ്റ് എടുത്ത് കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഇത് എന്തിനാ തള്ളി ഇപ്പൊ ഇവിടെ ലൈറ്റ്? കണ്ണ് കാണാഞ്ഞത് കത്തിച്ചതാ. തൊട്ട ഷോക്കടിക്കണ ബില്ലാണേ. കഴിഞ്ഞോ? നമ്മൾ നിർത്തിയ നന്നായിന്ന്. എന്തോരം അല്ലേ ഇരുട്ടടിയില്ലേ? ഇപ്പൊ വെളിച്ചത്തിലാട്ടോ കിട്ടുന്നത്. ഓ അല്ലേ, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു രക്ഷയില്ല. ഇത് എടുത്തിട്ട് പൊങ്കാലിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതെ, പൊങ്കാല. ശരിക്കും ഇപ്പൊ ചിന്തിക്കുമ്പോ എന്തൊരു ബോറൻ ക്യാരക്ടർ ഇത്. അതെ, എന്നിട്ട് അതിനെയാണ് ആ ക്യാരക്ടറിനെയാണ് നമ്മള് ആ ആഘോഷിച്ചത്. അതല്ലേ ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുക, എന്നോട് വന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും? അതെ അല്ലേ? സത്യമായിട്ട് അവര് ചിന്തിക്കുന്ന കാര്യം അത്ര തന്നെ ഉള്ളൂ. അതല്ലേ ശരി. പിന്നെ അവരൊക്കെ ഭയങ്കരമായിട്ട് വലിയൊരു കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ വന്നിട്ട് ചോറുണ്ടെന്ന് ശരിക്കും അത് ഏതോ ഡയലോഗ് ഉണ്ട് അറിയോ? നിന്നോട് ഞാൻ ചായ ചോദിച്ചു. ആ സാധനം വേണമായിരുന്നു. വിജയരാഘവന്റെ റോളാ, അടിപൊളി റോളാ. ഫുള്ള് ഊക്കുന്ന വിജയരാഘവനാ. ഭീകര സാധനം. എന്തായാലും ഇങ്ങനെ ഇനി കുറെ സിനിമകൾ ഇങ്ങനെ കുത്തി പൊന്തി ദൈവമേ, പഴയതൊക്കെ എടുത്തു വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പോലുണ്ട്. പിന്നെ അന്നത്തെ ഒരു സിനിമകളെ നമ്മളിപ്പോ വലിയായിട്ടും കണ്ടപ്പോൾ പറഞ്ഞു, ചില സമയങ്ങളിൽ നാടകീയത ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നാല് ഒന്നും രണ്ടൊന്നും അല്ല സിനിമകള് ഇഷ്ടം പോലെ വരും. ഇഷ്ടം പോലെ പിന്നെ അത് നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം അന്നത്തെ ഡയലോഗ് രീതി, അന്ന് ഡയലോഗ് പറയുന്ന രീതി, ഇപ്പൊ വെറുതെ ഇരുന്ന് അങ്ങനെ ചിരിക്കാം. അതെ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നും അതിനകത്ത് ചിന്തിക്കാൻ പാടില്ല. തമാശയായിട്ട് കൊണ്ടുപോവുക, തമാശയായിട്ട് അവിടെ തന്നെ നിർത്തുക. ഇപ്പൊ ഇതാണെങ്കിൽ പോലും അന്നത്തെ രീതിയിലുള്ള സിനിമയാണ്, അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഉൾക്കൊള്ളാന്നുള്ളൂ. അതെ, അതിൽ കൂടുതലൊന്നും ചിന്തിക്കരുത്. പിന്നെ ചിലത് കൊറേ ഓവറാകുമ്പോ പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, കൊറേ ഓവറായിട്ടൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു ചെറിയ ആശ്വാസങ്ങളൊക്കെ കിട്ടും, ഒരു സന്തോഷം, ഒരു മനസ്സുഖം, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.